ഹമാസ് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടേണ്ടതാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് അധികാരത്തിൽ തുടർന്നാൽ അവർ വീണ്ടും പുനഃസംഘടിപ്പിക്കപ്പെടും. ഇസ്രായേലിനെ വീണ്ടും വീണ്ടും ആക്രമിക്കും. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി ബന്ദികളെ മോചിപ്പിച്ചാൽ ഇപ്പോഴുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നും നെതന്യാഹു UN പൊതുസഭയിൽ അഭിപ്രായപ്പെട്ടു. കീഴടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ പോരാടും. അതിൽ മാറ്റമൊന്നുമില്ല. കിരാതന്മാരായ കൊലപാതകികൾക്കെതിരെ ഞങ്ങൾ പ്രതിരോധിക്കും. ഞങ്ങളുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ മാത്രമല്ല, സ്വേച്ഛാധിപത്യത്തിന്റെയും ഭീകരതകളുടെയും ഇരുണ്ട കാലത്തേക്ക് മടക്കിക്കൊണ്ടു പോകുവാനുമാണ് ഞങ്ങളുടെ ശത്രുക്കൾ ശ്രമിക്കുന്നതെന്നും നെതന്യാഹു പറഞ്ഞു. ഹിസ്ബുള്ളക്കെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു. ഈ ഭീഷണിയെ ഇല്ലാതാക്കേണ്ടത് ഇസ്രായേലിന്റെ കടമയാണ്. ഞങ്ങൾക്ക് പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരണം. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യം കാണുന്നതുവരെ ഹിസ്ബുള്ളയെ അടിച്ചമർത്തുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷം പൊതുസഭയിൽ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. ജീവന് വേണ്ടിയുള്ള യുദ്ധത്തിലാണ് എന്റെ രാജ്യം. എന്നാൽ ഇവിടെ സംസാരിച്ചവരിൽ പലരും ഞങ്ങൾക്കെതിരെ നുണകളും അപവാദവും പറയുന്നതായി അറിഞ്ഞു. അതുകൊണ്ടാണ് നേരെ കാര്യങ്ങൾ പറയുവാൻ ഇവിടെ വന്നതെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു. ഇസ്രായേൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചും ആക്രമിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ നീളൻ കൈ എത്താത്ത സ്ഥലങ്ങൾ ഇറാനിലില്ല. പശ്ചിമേഷ്യയ്ക്ക് മുഴുവൻ ഇത് ബാധകമാണ്. കുറെ കാലമായി ലോകം ഇറാനെ പ്രീണിപ്പിക്കുകയായിരുന്നു. അത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കരയുദ്ധത്തിന്റെ സൂചന നൽകി ഇസ്രായേൽ സൈന്യം ലെബനന്റെ വടക്കൻ അതിർത്തിയിൽ ഉടനീളം കൂടുതൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും വിന്യസിച്ചു. കരവഴി ലെബനനിലേക്ക് അധിനിവേശം നടത്തുവാൻ ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നീക്കം. ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം തുടർന്നാൽ ലെബനനും ഗാസയുടെ അതേ അവസ്ഥ വരുമെന്നാണ് ഇസ്രായേൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ്. ആകാശവും കടലും വഴി ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നുണ്ട്. കരയുദ്ധത്തിനും തയ്യാറായിരിക്കണമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് മുന്നറിയിപ്പ് നൽകി.